മാളൂന് എന്തായാലും ഒരു സർപ്രൈസ് ആവും. ഇത്ര കാലം കൊണ്ട് അവള് പറയണ അച്ചാറുണ്ടാക്കാൻ അല്ലേ? നീർമലരിനൊരിതൾ കൊഴിഞ്ഞ ചൊങ്കുറഞ്ഞിടുമോ കൊണ്ടുവരുന്ന കണ്ടിട്ട് അധികം കിട്ടിയില്ല തോന്നുന്നു. ഓ കിട്ടി മക്കളെ. ഭാരം തോന്നിക്കുന്നില്ലല്ലോ. എന്റെ ഒറ്റ കയ്യില് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നതല്ലയോ. കണ്ടു ഇത്രയും കണ്ടിട്ട് നിനക്ക് സാരമില്ല. പൂക്കൊട്ട കൊണ്ടുവരണ പോലെ ഉണ്ട്. അതെ ഈ കൈക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റ കയ്യില് വന്നു. കണ്ടു കഴിഞ്ഞാൽ പൂ പിടിച്ചോണ്ട് വരണ പോലെ തോന്നി. ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ പിന്നെ അപ്പൊ ഇനി പോയി ഞാൻ എന്താ ചെയ്യണ്ടേ? മാമ്പഴ പുളിശ്ശേരി വെക്കോ? ഓ കൊച്ചു ചെന്നോന്നാ അടിച്ചു പൊളിച്ച് നല്ല ഒന്നാന്തരം മാമ്പഴ പുളിശ്ശേരി ഞങ്ങൾ വെച്ചോ. ശരി അപ്പൊ ഞാൻ പോട്ടെ. എന്റെ പൊന്നമ്മ ഇന്നെങ്ങാനും തീരുവോ? ഓ ഇപ്പൊ തീരുവല്ലോ. കഴിഞ്ഞില്ലേ ഇപ്പൊ? അമ്മയോട് പുളിശ്ശേരി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കണം ഒരു കഷ്ണം തിന്നാൻ വേണ്ടിട്ടാ. എനിക്ക് അതല്ലെങ്കിലും അറിയാം ഒടുക്ക മാവണ്ടിയെ കാണുള്ളൂ. നമ്മളുടെ താണ് ഈ കളിയല്ലേ. എനിക്കിനി അവിടെ ചെന്ന് എന്തോരം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉരിക്കാനുണ്ടെന്നറിയോ? തന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ. ഇപ്പൊ ശരിയാക്കി തരാം. കുറച്ച് വലുതാക്കിട്ടോ വലുതാക്കിട്ടോ. എനിക്ക് അപ്പോഴേ തോന്നി. നല്ല പൊളി. അമ്മ ഞാൻ ഫോട്ടോ വന്നാ പണിയുണ്ട്. തീയൊന്ന് ഊതി കത്തിച്ചിട്ട് പോ. ആളുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ മാവണ്ടി എടുത്തോണ്ട് പോയേനെ. ഞാൻ ഒന്ന് കയ്യടിയിട്ട് ചേർത്താ. പോയിട്ടോ പോയിട്ടോ. അങ്ങോട്ട് പോ പെണ്ണെ. കത്തിച്ചു. എവിടെ കത്തി? എവിടെ? കണ്ടാ അവിടെ ഇരുന്ന് മിനുങ്ങണ്. പോട്ടെ. ഓ
എനിക്ക് ഈ പേരക്കയുടെ പരിവാണ് ഇഷ്ടം. അമ്മായിക്ക് പഴുത്തതല്ലേ, എനിക്ക് ഒരുപാട് പഴുക്കണ ഇഷ്ടമല്ല. ഞാൻ സത്യമായിട്ട് വിചാരിച്ച അമ്മായി ഇത് തൊടൂലെന്ന് വിചാരിച്ചേ. നോക്കാം. മാളുവാണ് ഇപ്പൊ തുടങ്ങിയ. എന്തുവാ ചേച്ചി ഇതിലും മുളകാ? എങ്ങനെയുണ്ട്? ഇതിൽ മുളക് മാത്രമല്ല, ഉപ്പും മുളകും പഞ്ചസാരയും ഉണ്ട്. ആഹാ, നല്ലെണ്ണ ഒഴിച്ചത്. കഴിച്ചോള. ആഹാ, അടിപൊളി. എങ്ങനെയുണ്ട്? എനിക്കിനി എരി വേണ്ട. ഓ, ഈ മുളക് പൊടിയൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു? നീ തീ വിഴുങ്ങി പക്ഷിയാ. എല്ലാം ഒഴിക്കട്ടാ? ഒഴിച്ചോ. എന്താ മോളെ ഇത്? എന്തെണ്ണ ഇത്? നല്ലെണ്ണ. അല്ല, ഇതിൻ്റെ അടിയിലൊരു ഇല്ല, നല്ല കലക്കല്ല കേട്ടോ, നല്ലെണ്ണ അത്. കാരണം ഇത് അച്ചാറല്ലേ, എത്ര മാസം വേണമെങ്കിലും ഇരുന്നോളൂല്ലോ. നമുക്കിരിക്കൂല, നമുക്ക് മാള് വരുമ്പോ തന്നെ സംഭവം തീർന്നു കിട്ടും. അവളുടെ ഫേവറേറ്റ്. അതെ, നോക്കിയമ്മേ ഉപ്പ്. അത്ര ഇട്. ചൂടായ അമ്മായി? ചൂടായി. കത്തിച്ചോട്ടാ. കൈ തെറിക്കല്ലേ? തെറിച്ച്. തിളയ്ക്കുന്നല്ല നല്ലോണം. കത്തിട്ട് ഈ തീ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മായി. ദേഷ്യം. നീ അത് തൊടണ്ട. തൊട്ടാൽ വെക്കട്ടാ? വെച്ചു. തീ 10 മിനിറ്റ് കിട്ടോ? നനഞ്ഞാമായി. വിറകെന്താണെന്നറിയില്ല. ഇടട്ടെ?
ഒഴിച്ചതിൻ്റെ മതി മതി. പോരെ. ഇനി തീ ഒട്ടും വേണ്ട അമ്മായി. എല്ലാം ഇളക്കി. എണ്ണയുടെ ചൂട് കുറഞ്ഞിട്ടുണ്ടാവില്ലേ? മൂത്തല്ല. വിനിഗർ ഒഴിക്കട്ടെ? ഇനി ആ വിറക് വയ്ക്കാം. ഉപ്പ് നോക്കി അമ്മായി. ഇളക്ക്. ഒഴിക്കട്ടെ? ഒഴിച്ച. ദായത്തിലൊന്നും തെറിക്കണ്ട. അതെ സത്യം. അത്രയും മതി. മതിയാ? ഇനി കത്തിച്ചോ അമ്മായി. സ്വല്പം ഉപ്പ് വേണ്ടേ? വേണം. ഒരു നുള്ളു മധുരവും വേണം. അമ്മായി ചിക്കൻ ഇട്ടോ കേട്ടോ. ഞാനപ്പം ഒരു നുള്ളു മധുരം എടുത്തിട്ട് വരാം. ആഹാ, എന്താ ഒരു സൗന്ദര്യം. മതിയാ? മതിയല്ല? ഞാൻ കത്തിച്ചോളാം. അമ്മായി പോയി ടേബിൾ സെറ്റ് ചെയ്തോ. പുളിശ്ശേരി ഒഴിക്കട്ടാ? ഒഴിച്ചു. സൈഡിൽ ഒഴിച്ചാൽ മതി അമ്മായി. മാങ്ങാ കഷ്ണം. മാങ്ങാ കഷ്ണമെല്ലാം വെന്തുടഞ്ഞു പോയില്ലേ? കുറച്ച് വെച്ചാൽ മതി. അച്ചാറാട് ഇത്രയത് എടുക്കരുത്. ഞാൻ എടുക്കും. ഇന്ന് മാളൂന് എന്തായാലും ഒരു സർപ്രൈസ് ആവും. എത്ര കാലം കൊണ്ട് അവള് പറയണ അച്ചാറിട്ടാക്കാൻ അല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറിൽ ഇത്ര ഉള്ള കഷ്ണം. ഓ, അടിപൊളി മാങ്ങ കറി. അടിപൊളി അമ്മായി. പുളിശ്ശേരി രണ്ടും കിടു കോമ്പിനേഷൻ അല്ല. ഇപ്പൊ മാങ്ങയ്ക്ക് പുളിയൊന്നും ഇല്ല അല്ലേ? ആ മധുരം കൂടി വന്നപ്പോ കറക്റ്റ്. നല്ല കോമ്പിനേഷൻ. കഴിക്കാൻ സമ്മതിക്കൂല്ലേ? ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഞാൻ നിന്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കൂലേ? ഞാനാലോചിക്കണേ, ഉണ്ടാക്കി ഉടനെ ഇത്ര ടേസ്റ്റ്. അപ്പൊ ഒരു 2-3 ദിവസം വെച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്. മോളെ അതിസൂപ്പർ. ഇത് എന്തായാലും 2-3 ദിവസത്തേക്ക് ഇരിക്കില്ല. മാള് വരുമ്പോ തന്നെ തീരും. ഞാൻ നല്ലെണ്ണയിട്ട് ചെയ്തത് തന്നെ 2-3 ദിവസം
കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടാ, പക്ഷെ ഇത് ഇരിക്കില്ല അമ്മായി. നല്ല ടേസ്റ്റ് ഉണ്ട്. മാളുവിനെ എന്തിനു പറയണ, നീ എന്നെ തീർക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? കറക്റ്റ് അമ്മായി. ഞാൻ അതെല്ലാം മിണ്ടാണ്ടിരുന്ന. എന്ത് രസം, നല്ല കാറ്റ്. നല്ല കാറ്റ്. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വേർത്ത് കുളിച്ച് ഒരു പരുവോ. ഞാൻ ഇന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി, എരിവില്ലാത്ത കറി.